മന്ത്രി റോഷി അഗസ്റ്റിൻ നടത്തിയ പാലാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്ഥിരീകരിക്കാതെ ജോസ് കെ മാണി താൻ പാലായിൽ മത്സരിക്കണോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും റോഷി അഗസ്റ്റിൻ ചോരത്തിളപ്പുള്ള നേതാവെന്നുമായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. അതിനിടെ കേരള കോൺഗ്രസിനെ ചൊല്ലി അവകാശവാദവുമായി ജോസ് കെ മാണിയും PC തോമസും രംഗത്തെത്തി. പാർട്ടി തീരുമാനിക്കും, ജോസ് കെ മാണി മത്സരിക്കും. അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ അവർ സമയത്ത് പുറപ്പെടുവിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സത്യമായി രംഗത്ത് വരും, സജീവമായി നേരിടും. നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. ഇന്നലെ അടിമാലിയിൽ വെച്ചാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഈ പ്രഖ്യാപനം. ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് ഇന്ന് ജോസ് കെ മാണിയുടെ പ്രതികരണം ഇങ്ങനെ: അദ്ദേഹം എപ്പോഴും ഒരു KSC വളർന്നു വന്നയാളാണ്. ആ ചോരത്തിളപ്പ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം സ്നേഹം കൂടുമ്പോൾ അതൊക്കെ പറയും. പിന്നെ അദ്ദേഹം മത്സരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ജോസ് കെ മാണി ഇങ്ങനെ പറഞ്ഞൊഴിയുമ്പോഴും വിഷയം പ്രവർത്തകർക്കിടയിൽ ചർച്ചയാവുകയാണ്. മുന്നണി മാറ്റ ചർച്ചകൾ സജീവമായിരുന്ന സമയത്ത് റോഷി അഗസ്റ്റിന്റെ ശക്തമായ നിലപാട് ഏറെ ശ്രദ്ധേയമായിരുന്നു. പാലാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പാർട്ടിയിൽ റോഷി കൂടുതൽ കരുത്തനാകുന്നുവെന്നാണ് ചർച്ചകൾ. അതേസമയം കേരള കോൺഗ്രസിനെ ചൊല്ലി ജോസ് കെ മാണിയും PC തോമസും അവകാശവാദങ്ങളുമായി എത്തി. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ കേരള കോൺഗ്രസ് എന്ന ഒറ്റ പാർട്ടിയെ നിലവിലുള്ളൂ. അത് ശ്രീ PJ ജോസഫ് സാർ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പാർട്ടിയാണ്. അത് മുഴുവൻ പാർട്ടി പ്രവർത്തകരുടെ തറവാടാണ്. ഞാനാരെയും പഠിപ്പിക്കാൻ പോയില്ലല്ലോ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. തറവാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു. ഞാൻ ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണെന്ന്, അതാണ് തറവാടെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ പെറ്റീഷൻ വന്നപ്പോൾ എന്തിനാണ് അവരെ മത്സരിക്കാൻ അവിടെ വന്ന് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ വന്നത്? ഇത് തന്നെ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ. വ്യക്തിപരമായ കാരണങ്ങളുള്ളതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ കൂടിയായ PC തോമസ് പറഞ്ഞു. 24 കൊച്ചി. VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ കോഴിക്കോട് കുറ്റ്യാടിയിൽ പ്രതിപക്ഷ നേതാവിന് മുൻപ് സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ഷാഫി പറമ്പിൽ MP. സംസാരിക്കാതെ മടങ്ങിയ ഷാഫിയെ നേതാക്കൾ തടഞ്ഞു. പിന്നീട് കുറ്റ്യാടി സീറ്റിൽ വിജയം ഉറപ്പെന്ന് പ്രഖ്യാപിച്ചാണ് ഷാഫി മടങ്ങിയത്. DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിലിനോടാണ് ഷാഫി പരസ്യമായി നീരസം പ്രകടിപ്പിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.